നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിക്ക് രാഷ്ട്രീയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് കെ മുരളീധരൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ത്രികോണ മത്സരം നടന്ന കോർപ്പറേഷനിൽ അന്തിമഫലം ബി.ജെ.പിക്ക് മുന്നേറ്റവും CPM-ന് തിരിച്ചടിയും നൽകിയ സാഹചര്യത്തിലാണ് ഈ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ട് 30 വർഷമായി ബി.ജെ.പിക്ക് കൈവരിക്കാൻ സാധിക്കാത്ത നേട്ടമാണ് കേവലം 5 വർഷം കൊണ്ട് മേയർ ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിൽ CPM നേടിയതെന്ന നിരീക്ഷണത്തിന്മേലുള്ള ചർച്ചകളും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ അക്ഷീണമായ പ്രവർത്തനം അവഗണിക്കാനാവില്ല. കോൺഗ്രസ് മുൻകൂട്ടി തന്നെ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് പ്രവേശിച്ചത്. എന്നാൽ ഭൂരിപക്ഷം നേടിയെങ്കിലും മേയറെ കണ്ടെത്താനാവാതെ പ്രതിസന്ധിയിലായ ബി.ജെ.പിക്ക് മുന്നിലേക്കാണ് മുരളീധരൻ്റെ പുതിയ നീക്കം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിലേക്ക് UDF സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇത് ബി.ജെ.പിയുടെ നീക്കങ്ങളെ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ്. ജനവിധി അട്ടിമറിക്കില്ലെന്നും അവിശുദ്ധ കൂട്ടുകെട്ടുകളിൽ ഏർപ്പെടില്ലെന്നും UDF ഈ വിഷയത്തിൽ വ്യക്തമായ പ്രസ്താവന നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ വിശദമായിട്ടുള്ള അവലോകനം മുരളീധരൻ നടത്തുകയുണ്ടായി. മാത്രമല്ല, ഭൂരിപക്ഷം നേടുന്നതിൽ നിന്നും UDF-നെ തടഞ്ഞ വെള്ളറട, മലയൻകീഴ് എന്നീ 2 വിജയസാധ്യതയുണ്ടായിരുന്ന സീറ്റുകൾ നഷ്ടപ്പെട്ടതായി UDF സമ്മതിച്ചു. തോൽവി സമ്മതിക്കാൻ ചരിത്രപരമായിട്ട് ബുദ്ധിമുട്ടുകയാണ് ഇപ്പോൾ CPM. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഒരു നിർണായക ഘടകമായിരുന്നുവെന്ന തിരിച്ചറിവിൽ എത്തിയത് അത്ഭുതകരമായിരുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. മുന്നണിയുടെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളോടൊക്കെ അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഉൾപ്പെടുത്തി UDF സഖ്യം വികസിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പൊതുസമ്മതമുണ്ടെന്ന് മുരളീധരൻ അഭിപ്രായപ്പെട്ടു. എന്നിരുന്നാലും ഈ വിഷയം അത് UDF സഖ്യത്തിനുള്ളിൽ ചർച്ച ചെയ്ത് മാത്രമേ അന്തിമ തീരുമാനം എടുക്കൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും LDF-നൊപ്പം ഉറച്ചു നിന്നിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ LDF-നെ കൈയൊഴിഞ്ഞ കാഴ്ചയാണ് കാണാനായത്. കോർപ്പറേഷനിൽ LDF-ന്റെ സീറ്റ് നില 51-ൽ നിന്ന് 29-ലേക്ക് കൂപ്പുകുത്തി. കഴിഞ്ഞ തവണ 2ാം സ്ഥാനക്കാരായിരുന്ന NDA കേവല ഭൂരിപക്ഷത്തിൻ്റെ തൊട്ടടുത്തെത്തി. 10 സീറ്റുകളുമായി ദുർബലമായ അവസ്ഥയിലായിരുന്നു UDF. എന്നാൽ ആ UDF ഈ തെരഞ്ഞെടുപ്പിൽ 9 സീറ്റുകൾ അധികം നേടി തങ്ങളുടെ നില മെച്ചപ്പെടുത്തി. ഈ മുന്നേറ്റത്തിൽ കെ മുരളീധരൻ എന്ന നേതാവിൻ്റെ പങ്ക് ചെറുതല്ല. ഏതായാലും മുരളീധരൻ്റെ ആ വാക്കുകളിലേക്ക് പോകാം. ജനവിധി അട്ടിമറിക്കാൻ ഞങ്ങളില്ല, ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിന് ഞങ്ങളില്ല. സ്ഥാനാർത്ഥി നിർത്തുവോ? മേയർ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുവോ? മേയർ സ്ഥാനാർത്ഥി UDF-ന് മേയർ സ്ഥാനാർത്ഥി ഉണ്ടാവും. മേയർ സ്ഥാനത്തേക്കും ഉണ്ടാവും, ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും ഉണ്ടാവും. നമ്മൾ പ്രതീക്ഷ 2 സീറ്റുകൾ നഷ്ടപ്പെട്ടു, വെള്ളറടയും മലയൻകീഴും. അത് 2 സീറ്റിന്റെ അതുകൊണ്ടാണ് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത്. ഏതായാലും കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് പാളിച്ച പറ്റിയത് എന്ന് പരിശോധിക്കുന്നുണ്ട്. ഈ കോർപ്പറേഷന്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഏതെങ്കിലും തരത്തിലൊരു നീക്കുപോക്ക് അല്ലെങ്കിൽ ഒരു ഭരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും? ഇല്ല, ജനവിധി അട്ടിമറിക്കാൻ ഞങ്ങളില്ല, ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിന് ഞങ്ങളില്ല. സ്ഥാനാർത്ഥി നിർത്തുവോ? മേയർ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുവോ? മേയർ സ്ഥാനാർത്ഥി UDF-ന് മേയർ സ്ഥാനാർത്ഥി ഉണ്ടാവും. മേയർ സ്ഥാനത്തേക്കും ഉണ്ടാവും, ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും ഉണ്ടാവും. ഈ LDF യോഗം ഇന്ന് ചേരുകയാണ്. അപ്പോൾ ഇന്നലെയും CPM ഒക്കെ പറയുന്നത്, CPI പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിച്ചു എന്നാണ്. പക്ഷേ CPM ഇപ്പോഴും അംഗീകരിക്കുന്നില്ല. CPM ഇപ്പോഴും പരാജയം അംഗീകരിക്കുന്നില്ല. കൂടുതൽ തെറ്റിലേക്ക് ആ പാർട്ടി നീങ്ങുക. അവരെ തിരുത്താൻ ആരെക്കൊണ്ടും കഴിയാത്ത അവസ്ഥയാണ്. CPI പറഞ്ഞാണ് എൻ്റെ യാഥാർത്ഥ്യം. സ്വർണ്ണക്കൊള്ള മാത്രമല്ല, ഭരണത്തിൻ്റെ അഴിമതിയും ക്യാപ്റ്റനും തകരാറാണ്. ഞാൻ പറഞ്ഞില്ല, ക്യാപ്റ്റനാണ് തകരാറ്. അല്ല, അത് ഞങ്ങൾക്ക് സുഖമാണില്ല. അതുകൊണ്ട് അടുത്ത അസംബ്ലിയിൽ അത്രയും പണി കുറച്ചെടുത്താൽ മതി. ഒരു കാര്യമുള്ളത്, ഈ UDF-ന്റെ വിപുലീകരണം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കേരള കോൺഗ്രസിന്റെ കാര്യത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും പാർട്ടിയെ ഉന്നം കിട്ടണമെന്നൊന്നല്ല. മുന്നണിയുടെ അടിത്തറ വിപുലീകരിക്കണം എന്നൊരു ആശയം ഉണ്ട്. അത് മുന്നണിക്കകത്ത് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. കേരള കോൺഗ്രസ് എമ്മിനെ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് ജോസഫ്. അല്ല, നിലവിലുള്ള സഖ്യം തന്നെ പര്യാപ്തമാണെങ്കിലും ഒന്നും കൂടെ വിപുലീകരിക്കുന്ന നല്ലതാണെന്നുള്ള അഭിപ്രായം പൊതുവായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ മുന്നണിക്കകത്ത് ചർച്ച ചെയ്ത് തീരുമാനിക്കും.